നമസ്കാരം ഫ്രണ്ട്സ്. മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ പിടിച്ചുലയ്ക്കുകയും ആ മനസ്സിനെ മരവിപ്പിക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ ഒരു കൂട്ടക്കൊലയുടെ വാർത്ത കേട്ടുകൊണ്ടാണ് 2025 ഫെബ്രുവരി 24 നമ്മളെല്ലാം ഉറങ്ങാൻ വേണ്ടി കിടന്നത്. അതിക്രൂരമായ കൂട്ടക്കൊല. ഒരു മനുഷ്യൻ എത്രമാത്രം ഒരു മനുഷ്യന് ക്രൂരനാകാൻ സാധിക്കും എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ ആ കൂട്ടക്കൊല നടത്തിയ 23 വയസ്സുകാരനായ പയ്യൻ അഫാൻ. കേരളത്തിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞ ഈ അതിക്രൂരമായ കൂട്ടക്കൊല നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്താണ്. അവിടെ മനുഷ്യരൂപം പൂണ്ട ഒരു പിശാച്, 23 വയസ്സുകാരനായ ഒരു പിശാചിൻ്റെ ജന്മം. അവൻ വെറും 6 മണിക്കൂറിനുള്ളിൽ 24 കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ച് 3 വീടുകളിലായിട്ട് 5 പേരെയാണ് നിഷ്കരുണം വകവരുത്തിയത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് അതിക്രൂരമായി നിഷ്കരണം വകവരുത്തുകയായിരുന്നു. അതും സ്വന്തം കുടുംബാംഗങ്ങളെ, സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരെ. 6 പേരെയാണ് അവൻ അതിക്രൂരമായി ഉപദ്രവിച്ചത്. അതിൽ ഒരാൾ ഇപ്പോഴും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് അവൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. ബാക്കി അവൻ്റെ സ്വന്തം കൂടപ്പുറപ്പ്, വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള അവൻ്റെ കുഞ്ഞനിയൻ തലയ്ക്ക് അടിച്ചടിച്ച് നിഷ്കരുണം, ഒരു ദയയില്ലാതെയാണ് അവൻ കൊലപ്പെടുത്തി കളഞ്ഞത്. ആ പാവം കൊച്ചിനെ, ചിരിക്കുന്ന മുഖവുമായിട്ട് എപ്പോഴും നടന്നിരുന്ന ആ പാവം കൊച്ചിനെ അതിദയനീയമായി അവൻ വകവരുത്തി. ഇത്രമാത്രം ഒരു മനുഷ്യനെ എങ്ങനെ അധപ്പതിക്കാൻ സാധിക്കുന്നു, ഇത്രമാത്രം ഒരു മനുഷ്യനെ എങ്ങനെ പിശാചാകാൻ സാധിക്കുന്നു എന്നത് എത്ര ചിന്തിച്ചിട്ടും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതിക്രൂരമായ കൂട്ടക്കൊല. ഇവൻ വകവരുത്തിയ മറ്റൊരാളെന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയാണ്. ഇവൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ആ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇവൻ പൈസ ചോദിച്ചു, അല്ലെങ്കിൽ സ്വർണം അഴിച്ചു തരാൻ പറഞ്ഞു. അവന് കടബാധ്യതയുണ്ട്, അതിന് ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സ്വർണം ചോദിച്ചു. അവർ പറഞ്ഞു ഇപ്പം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിന് ഇവൻ ചെയ്തതെന്നാണ് ഇവൻ പറയുന്നത്. അവരെ അതിക്രൂരമായി അവിടെ വെച്ച് വകവരുത്തുകയായിരുന്നു. അതിനുശേഷം ഇവൻ സ്വന്തം വീട്ടിലേക്ക് വരികയും സ്വന്തം വീട്ടിലെത്തി അവിടെ സ്വന്തം അമ്മയെ ആദ്യം ഷാളിട്ട് കുരുക്കി നിലത്തടിച്ച് വീഴ്ത്തി, അവിടെ ഇട്ട് ചുറ്റിയേക്ക് അടിച്ചു വീഴ്ത്തി അതിമാരകമായ മുറിവുകളുണ്ടാക്കി കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ച ശേഷം ഈ സ്വന്തം കുഞ്ഞനീൻ്റെ അടുത്തേക്ക് വരികയും അവനെ അടിച്ചടിച്ചടിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു. അതിക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം അവൻ തന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അവൻ്റെ സ്വന്തം കാമുകി, ആ കാമുകയും ഇതേപോലെ തന്നെ നിഷ്കരുണം അതിക്രൂരമായി ചുറ്റിക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്നും ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്നു. അവൻ്റെ വേണ്ടപ്പെട്ട 2 ബന്ധുക്കൾ, അവരെയും ഇവൻ ഇതേപോലെ തന്നെ അടിച്ചടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ സ്വന്തം ചോരയായിട്ടുള്ള 4 പേരെയും ഇവനെ വിശ്വസിച്ച് കൂടെ ഇവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന ഇവൻ്റെ സ്വന്തം കാമുകയും, ഇവനെ അത്രമാത്രം വിശ്വസിച്ച് സ്നേഹിച്ച് ഇവൻ്റെ കൂടെ വന്ന ആ സ്വന്തം കാമുകയും അടക്കം 5 പേരെയാണ് നിഷ്കരുണം അതിക്രൂരമായി ഇവൻ കൂട്ടക്കൊല ചെയ്തുള്ളത്. ഒരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെ ആകാൻ സാധിക്കുന്നു, എങ്ങനെ ഇത്രമാത്രം അധപ്പതിക്കാൻ സാധിക്കുന്നു? ഇവൻ്റെ മനസ്സിലൂടെ എന്തായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക ആ ഒരു സമയം? ഇവൻ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവുക? എങ്ങനെയാണ് ഇവനിങ്ങനെ ആകാൻ തോന്നിയിട്ടുണ്ടാവുക? അതിക്രൂരമായ കൊലപാതകം. ഒരു മനുഷ്യന് എങ്ങനെ എത്രമാത്രം ക്രൂരനാകാൻ സാധിക്കും ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണ് ഈ അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ പയ്യൻ. കൃത്യമായ പ്ലാനിങ്ങോടെ ഇവൻ ആസൂത്രണം ചെയ്ത് നടത്തിയ കൂട്ടക്കൊലയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് 6 മണിക്കൂറിനുള്ളിൽ 24 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുകയും 3 വീടുകളിൽ ചെന്നിട്ട് 6 പേരെ കൂട്ടക്കൊല ചെയ്യാൻ തീരുമാനിക്കുകയും അതിൽ 5 പേരെ ഇവൻ കൃത്യമായി കൊലപ്പെടുത്തുകയും ഒരാൾ ഹോസ്പിറ്റലിൽ അതിദയനീയാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഇയാൾ ഇവൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. ആ അമ്മ ഒരു അർബുദ രോഗി കൂടി ആയിരുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് തകർന്നു പോകുന്നത്. അർബുദ രോഗിയായിട്ടുള്ള സ്വന്തം അമ്മയെ എങ്ങനെ ഇത്രമാത്രം പൈശാചികമായിട്ട് ചുറ്റികൊണ്ട് അതിക്രൂരമായി അടിച്ചടിച്ച് കൊലപ്പെടുത്താൻ നോക്കുന്നു? എങ്ങനെ, ആർക്ക് സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? സ്വന്തം കുഞ്ഞനിയൻ എപ്പോഴും അവൻ്റെ പുറകെ നടന്നിരുന്ന സ്വന്തം കുഞ്ഞനിയൻ, അനിയനോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയാണോ സ്നേഹം കാണിക്കുന്നത്? അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞില്ലേ? ചുറ്റി വെച്ച് അടിച്ചടിച്ച് കൊന്നു കളഞ്ഞില്ലേ? എങ്ങനെ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ആ കൊച്ചിൻ്റെ മുഖം കണ്ടാൽ തന്നെ എത്ര ചിരിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്ന ആ കൊച്ച്, അതിനെ എങ്ങനെ ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ ഇവന് കൊല ചെയ്യാൻ തോന്നി? ഇവൻ്റെ മനസ്സെന്താണ്? സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത്രയും പൈശാചികമായിട്ടുള്ള മനസ്സ് ഒരു മനുഷ്യനും ഉണ്ടാകരുതേ എന്ന് വേണം നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാനായിട്ട്. അത്രമാത്രം പൈശാചികമായിട്ടുള്ള രീതിയിലാണ് ഇവൻ 5 പേരെ കൊന്ന് കൊല വിളിച്ച് കളഞ്ഞത്. 6ാമത്തെ ആൾ ഇവൻ്റെ സ്വന്തം അമ്മ ആശുപത്രിയിൽ, അർബുദ രോഗിയായിട്ടുള്ള അമ്മ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. എങ്ങനെ ഇങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു? എങ്ങനെ ഇങ്ങനെ
ഇങ്ങനെ ക്രൂരമായിട്ട് നിഷ്കരണം എങ്ങനെ ഇങ്ങനെ സ്വന്തം ചോരയായിട്ടുള്ള ആളുകളെ എങ്ങനെ ഇങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു? അവനെ ജീവന തുല്യം സ്നേഹിച്ച് വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി വന്ന ആ പെൺകുട്ടിയെ എങ്ങനെ ഇങ്ങനെ കൊല്ലാൻ തോന്നുന്നു? ഇവൻ്റെ മനസ്സ് എത്രമാത്രം പൈശാചികമാണ്. ഇവനൊരു മനുഷ്യനാണോ? ഇവനൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന് കൊടുക്കേണ്ട ഒരു പരിഗണനയും ഒരു കാലത്ത് ഇവനൊന്നും കൊടുക്കാൻ പാടില്ല. നിയമത്തിൻ്റെ ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഇവന് കിട്ടാൻ പാടില്ല. ഇവനെ നിയമത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകി നാടിന് മാതൃക കാണിക്കണം. ഇനിയൊരു ഇതുപോലുള്ളൊരു അഫാൻ ഇനി ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ഉണ്ടാകരുത്, നമ്മുടെ ഈ ലോകത്ത് തന്നെ ഉണ്ടാകരുത്. അത്രമാത്രം പൈശാചികമായിട്ടുള്ള ഒരു ജന്മമാണ് ഈ അഫാൻ എന്ന് പറയുന്നത്. എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മനുഷ്യപ്പറ്റുള്ള അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരാൾക്കും എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. എങ്ങനെ ഇങ്ങനെ ആകാൻ തോന്നുന്നു ഒരു മനുഷ്യൻ അധപ്പതിക്കുന്നതിന് ഇങ്ങനെ അധപ്പതിക്കുക എന്നല്ല പറയേണ്ടത്. ഒരു മനുഷ്യൻ പിശാചിന്റെ ജന്മം പൂണ്ടു കഴിഞ്ഞിട്ട് എന്നാൽ പോലും ഇത്രമാത്രം ക്രൂരനാകുമോ? പോലീസ് പല കാര്യങ്ങളാണ് പറയുന്നത്. ഇവൻ ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്നും അതേപോലെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ സ്വന്തം കുടുംബാംഗങ്ങളെ ഇങ്ങനെ വകവരുത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. പക്ഷേ എത്ര ക്രൂരനായാലും അല്ലെങ്കിൽ എന്തൊക്കെ കാരണം പറഞ്ഞാലും ഇവൻ ചെയ്ത ആ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മനുഷ്യനായിട്ട് പറഞ്ഞ ആർക്കും സഹിക്കാൻ പറ്റില്ല. അത്തരമൊരു കൊടും ക്രൂരതയാണ് ഇവൻ ചെയ്തു കളഞ്ഞത്. ഇന്നത്തെ നമ്മുടെ യുവതലമുറയ്ക്ക് പോലീസിനെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോ തെല്ല് പോലും ഭയമില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രമാത്രം നിഷ്കരണമായിട്ട് ഇത്രമാത്രം ആസൂത്രിതമായിട്ട് ഒരു കൂട്ടക്കൊല നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു നിയമവ്യവസ്ഥയിൽ ഒരു ശകലമെങ്കിലും ഭയമുള്ള ഒരാൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല.